അനിരുദ്ധ പാപ്പാനെ, അനന്തപുരം അനിരുദ്ധ പാപ്പാൻ. ശക്തിയായി തേച്ചൊരച്ച് കെടുക്കടാ. ഉണ്ടില്ല നീ പോയി അവിടെ നിന്നാ. ആസാനോട് പറയണ ഭാഷയാണ് അത്. നല്ല സുഖമായിട്ട് കിടക്കുക. ഉറങ്ങിക്കോ. അവരവരുടെ പണി എടുത്തോളും. നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടാ. നല്ല ഉറക്കാ. എന്ത് പണി എടുത്തിട്ടാണാവോ വന്ന് നിൽക്കണ. നീ ഇന്നലെ ഞാൻ ഇല്ലാണ്ട് പൂരത്തിന് വേടാൻ എന്നെ കൊണ്ട് ഈ സംശയമുണ്ട്. അത് ശരി. ഞാൻ പെരുന്തച്ഛനാ വണ്ടി വരുമോ? ഉളി മേടിക്കണോ? നിന്നെ കാണാനില്ലല്ലോ. പാലൂരുണ്ടാ? കേട്ടിട്ട് പോലും ചേട്ടാ. പണിയില്ല അധ്വാനിക്ക്. പാലൂരി എടുക്കരുത് കേട്ടാ. പാലൂരി എടുക്കരുത് എന്നാ. ഞാനതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ അത് വരുമല്ലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ എയറിൻ്റെ ലേശം ഒന്ന് വലിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടേ അങ്ങനെ നമ്മൾ കയറി കിടക്കണോ നോക്കി. ഇല്ല അവിടെ കിടന്നോ. കാല് നോക്കട്ടാ. ആള് ഒരു ബോധമില്ലാണ്ട് വയ്ക്കുക. ആരെ ആന ദേഷ്യപ്പെട്ട് പോകുമ്പോ വെറുതെ എന്തിനാന്ന് അതിന് ശല്യപ്പെടുത്താൻ പോണത്. അത് മിണ്ടാണ്ട് നടക്കല്ലേ. അതിന് ബാക്കിൽ വന്ന് ഫോട്ടോ എടുക്കണം. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ആന. കുഞ്ഞപ്പാ ഡാ ഉറങ്ങാണാ? എന്തൊരു ഉറക്കം. എൻ്റെ ഉറങ്ങിക്കോട്ടാ. കണ്ണൊക്കെ അടച്ച് ഉറങ്ങിക്കോ. എൻ്റെ ഉറങ്ങിക്കോ ട്ടാ. പ്രശ്നത്ത ഉറങ്ങിക്കോട്ടാ. ഇങ്ങനെ നീ കിടന്നുറങ്ങിക്കോടാ. നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ കഴുകുമ്പോൾ ഇല്ലേ മണ്ണിറങ്ങി പോവും. മറ്റേതാവുമ്പോൾ വെള്ളം ഇങ്ങനെ ഇതാവുമല്ലോ. കുറച്ച് നീങ്ങി കിടന്നോട്ടെ. എണീറ്റ് നീങ്ങി കിടക്കാനാ. കാലൊക്കെ ഗ്രൂം ചെയ്താറായിട്ടുണ്ട് അല്ലേ. നാളെ ചെത്തി കൂട്ടാം.
കണ്ട മണ്ണ് പോണ കണ്ട ചെളിയാണ് ചെളി. കഴുകി എങ്ങനെയാണ് എടുത്താൽ നല്ല മിടുക്കനാവും. എന്ത് ഇത്ര ഭാഗം കഴുകി കഴിഞ്ഞല്ലേ പിന്നെ ഞാൻ ഇനി ഫ്രണ്ടിലേക്ക് വെച്ചാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് നിൻ്റെ അടുത്ത്. എനിക്കറിയാം. എന്താ അറിയോ, നല്ല നല്ല ആനക്കാർ ഈ കൊല്ലം സൈഡിലുള്ള ആനക്കാരൊക്കെ ഇല്ലേ, അവിടെ ഈ ആനകളൊക്കെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവരാണ് ഈ ആനേനെ സിസ്റ്റങ്ങളൊക്കെ പഠിപ്പിക്കുക. അവർ പഠിപ്പിച്ചാൽ പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആനയ്ക്ക് ഒരു സമയം ആ ആനയുടെ കഴുകിയ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയ്ക്കറിയാം ഇനി ഇത് തിരിച്ച് പുറത്തേക്ക് വയ്ക്കണം എന്നിട്ട് കഴുകണം എന്ന്. അതുകൊണ്ടാണ് ആ അവിടെ കഴുകി കഴിഞ്ഞപ്പോൾ ആന പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കടത്തി വയ്ക്കട്ടെ. മനസ്സിലായ? നരങ്ങുക. നമുക്ക് പണി അറിയാത്ത ആനയ്ക്ക് പണി അറിയാം. നല്ല നല്ല ആനക്കാർ കെട്ടിപ്പഴിക്കുക ആനയല്ലേ. നീ വേണ്ട, ആന തന്നെ പറഞ്ഞു ആന്ന്. ആനയ്ക്ക് മനസ്സിലായി. സാരില്ല ചേട്ടാ, നീ ഉറങ്ങിക്കോ. കിടന്നുറങ്ങുമ്പോൾ നല്ല സുഖം കിട്ടും. ഇങ്ങനെ അവർ കഴുകി തരുന്നില്ലേ, മസാജൊക്കെ ചെയ്ത് തരുന്നേ. അതെന്ന് പറഞ്ഞേ, മസാജൊക്കെ ചെയ്ത് തന്നെയില്ലേ, നല്ല സുഖം ഉണ്ടാവും കേട്ടാ. ഉറങ്ങിക്കോ. നിന്നെ ആരും ശല്യപ്പെടുത്താൻ പറ്റില്ല കേട്ടാ. ഓ വായ പൊളിക്കാൻ നോക്കും എൻ്റെ പൊന്നോ. അത് കഴുക്ക് ഒത്തിരി സ്പീഡാക്കിക്കോട്ടാ. ആള് വായ പൊളിക്കുക. കിടന്ന് മടുത്തു എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ബാക്കി കഴുകാൻ സമയമുണ്ടല്ലോ. അപ്പോൾ പോട്ടെ, ഇനി പണികൾ നടക്കട്ടെ. അതെ, ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ എടുത്തിടാം, എല്ലാവർക്കും കാണാമല്ലോ. കുറേ കഷ്ടപ്പാടുകളുണ്ട്. ആനകളെ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നത് മാത്രം പോരാ, അവരെ വൃത്തിക്ക് നോക്കി, വൃത്തിക്ക് കഴുകി ക്ഷീണം മാറ്റി, വയറ് നിറച്ച ആഹാരം കൊടുത്ത്, വെള്ളം കൊടുത്ത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കും. എന്തായാലും നന്ദപ്പനെ നമുക്ക് നോക്കാം. ഉറങ്ങാം. കണ്ണ് തുറന്നിട്ട് ഉറങ്ങുകയാണോ? അപ്പം എല്ലാവർക്കും ടാറ്റ. എന്തേ എന്തേ ശരിയാക്കാം. ഇപ്പോൾ പകുതി കഴുകി കഴിഞ്ഞ് നിൽക്കുമ്പോഴേ ഒരു 5-6 പിണ്ടി വെട്ടിയിട്ട് കൊടുക്കാം. അടുത്താ തീറ്റ ഉണ്ടാവട്ടെ, വെറൈറ്റി തീറ്റകൾ വയ്ക്കാം. ഇപ്പോൾ പനയുണ്ട്, പട്ടയുണ്ട്, ഇതുണ്ട്, പുല്ലുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാമല്ലോ.